സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സൂപ്പർ 8ന്റെ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്ക വകി 8ന്റെ പണി അപമാനിച്ച് നാണം കെടുത്തി ഇന്ത്യക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകരുടെ മുമ്പിൽ വെച്ച് തല കുനിച്ച് കുമ്പിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് സൗത്ത് ആഫ്രിക്ക എത്തിച്ചു. 76 റൺസിനാണ് ഇന്ത്യ നാണം കെടുത്തി തോൽപ്പിച്ചിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക, അതും സൂപ്പർ 8ന്റെ ആദ്യ മത്സരത്തിൽ. ഇതോടുകൂടി ഇന്ത്യയുടെ സെമിയിലെ പ്രതീക്ഷ വരെ ഏകദേശം അസ്തമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇനി നേരിടേണ്ടത് സിംബാബ്വെ ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ആണ്. രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം പോരാ, നല്ല മാർജിനിൽ ജയിക്കണം. കാരണം 77 റൺസിന്റെ കൂറ്റൻ തോൽവിയാണ് ആദ്യ മത്സരത്തിൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമി സ്ഥാനം തന്നെ സ്വപ്നം കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആദ്യ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ തന്നെ വിലയിരുത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു ഒരു ടോപ്പ് ക്ലാസ് ടീമിനോട് ഇന്ത്യ കളിക്കാൻ വരുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോളിംഗ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്കൊരു ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ ഓരോ ടീമിനെതിരെയും കഴിച്ചത്. പാകിസ്ഥാനെതിരെ മാത്രമാണ് ഇന്ത്യ ആധികാരികമായ ഒരു ജയം നേടിയത്. ബാക്കിയുള്ള ടീമിനോടെല്ലാം ഇന്ത്യ പൊരുതി ജയിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞൻ ടീമുകളെല്ലാം ഇന്ത്യക്കെതിരെ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ ഇന്ത്യയുടെ എസ്പെഷ്യലി ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെ പറ്റി ഇന്ത്യക്ക് വളരെ രീതിയിലുള്ള ആരാധകരുടെ മുമ്പിൽ കൺസേൺസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അഭിഷേക് ശർമ്മ 4 കളിയിലുള്ള ഗ്രൂപ്പ് സ്റ്റേജിൽ 3 കളികളാണ് അഭിഷേക് ശർമ്മയ്ക്ക് കളിക്കാൻ സാധിച്ചത്. 3 കളിയിലും ഡക്കായിട്ട് ഔട്ട് ആവുന്നു. അതിനുശേഷവും വീണ്ടും സെലക്ടർമാർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സെലക്ടർമാർ എന്തായാലും അഭിഷേക് ശർമ്മയ്ക്ക് മാത്രമേ ചാൻസ് കൊടുക്കത്തുള്ളൂ. അതിനുശേഷം വീണ്ടും സെലക്ടർമാർ അഭിഷേക് ശർമ്മയെ തന്നെ ഇറക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തട്ടിയും തടഞ്ഞും എങ്ങനെയെങ്കിലും ഒരു രീതിയിലും ഫോം കണ്ടെത്താനായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സാധിക്കുന്നില്ല. നിങ്ങളെല്ലാം ആ ഇന്നിങ്സ് കണ്ടതില്ലേ, മാക്സിമം ട്രൈ ചെയ്യുന്നു, വീശുന്നു, ചുമ്മാ കടന്ന് വീശാനായിട്ടുള്ള ട്രൈ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും ബോൾ പ്രോപ്പർലി അഭിഷേക് ശർമ്മയുടെ ബാറ്റിലേക്ക് വരുന്നില്ല. ഒരു രീതിയിലുള്ള കോൺഫിഡൻസും അഭിഷേക് ശർമ്മയ്ക്ക് ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും തൊട്ട് തുഴഞ്ഞ് 15 റൺസ് ഒപ്പിച്ച് അഭിഷേക് ശർമ്മ പോയി. അതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള ബൗളിംഗ് അറ്റാക്ക് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഓവർ എറിയാൻ തന്നെ വന്നു കഴിഞ്ഞാൽ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മെർക്കം ആയിരുന്നു ഫസ്റ്റ് ഓവർ തന്നെ എറിയാൻ വന്നത്. ആ ഓവറിൽ തന്നെ ഇഷാൻ കിഷനെ ഡക്കിൽ 0 പുറത്താക്കിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 0 റൺസ് എടുത്ത് ഇഷാൻ കിഷനെ ഇൻഫോംഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാനെ പുറത്താക്കിയിരിക്കുന്നു. അത് തന്നെ അവരുടെ വിജയത്തിന് ഊട്ടി ഉറപ്പിക്കാനായിട്ട്, കാരണം ഇൻഫോമിൽ അല്ലാത്ത അഭിഷേകിനെ അവർക്ക് എന്തായാലും കിട്ടുമെന്നുള്ളതും അറിയാം. അതുകൊണ്ട് ഇഷാൻ കിഷൻ ആയിരുന്നു അവരുടെ ടാർഗറ്റ്. സ്പിൻ ബോളിംഗ് ഇറക്കി ആ ടാർഗറ്റ് അവർ കീഴ്പ്പെടുത്തിയതോടുകൂടി തന്നെ അവർക്ക് ഏകദേശം വിജയം മണപ്പിച്ചിരുന്നു. അതോടുകൂടി തന്നെ പിന്നീട് അവരുടെ ബൗളിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൗളിംഗ് അറ്റാക്കാണ്. കാരണം റബാഡ, എൻഗീഡി, അതോടൊപ്പം തന്നെ ജെയിൻസൺ, ഇവരടങ്ങുന്ന ടോപ്പ് ക്ലാസ് ബൗളിംഗ് അറ്റാക്കാണ്. ഇവരെല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൗളിംഗ് അറ്റാക്കാണ്. അവരുടെ ബൗളിംഗ് അറ്റാക്ക് തന്നെ നോക്കുമ്പോൾ ജെയിൻസൺ ആണെങ്കിൽ 3.5 ഓവറിൽ 22 റൺസ് വഴങ്ങി 4 വിക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഇനി എൻഗീഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4 ഓവറിൽ വെറും 15 റൺസാണ് വഴങ്ങിയിരിക്കുന്നത്. റബാഡ 4 ഓവറിൽ 32 റൺസ്. അതോടൊപ്പം തന്നെ ബോഷിന് 3 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് ഇട്ടേക്കുന്നു. അതോടൊപ്പം തന്നെ മഹാരാജിനെ എടുത്തു പറയണം, 3 വിക്കറ്റ് അവസാനത്തെ ഓവറിൽ 3 വിക്കറ്റ് എറിഞ്ഞിട്ടിരുന്നു. 3 ഓവറിൽ 24 റൺസും. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. എത്ര ഡക്കാണ്, 1, 2, 3 ഡക്കാണ് മൊത്തത്തിൽ ഇന്ത്യൻ ബാറ്റിംഗിൽ കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ 2 പേര് 1 റൺസിനും പുറത്താകുന്നു. ഇഷാൻ കിഷൻ ഡക്ക്, തിലക് വർമ്മ 1, അതോടൊപ്പം തന്നെ ഹർഷീത് സിംഗ് 1, റിങ്കു സിംഗ് ഡക്ക്, ബുംറ ഡക്ക്, വരുൺ ചക്രവർത്തി ഡക്ക്. എന്തവസ്ഥയാണല്ലേ. ആകെ കളിച്ചിരിക്കുന്നത് ശിവൻ ദുബൈ മാത്രമാണ്. വെറും 42 റൺസാണ് ശിവൻ ദുബൈക്ക് പോലും എടുക്കാൻ സാധിച്ചത്. ബാക്കിയുള്ളവരുടെ ടീം സ്കോർ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. മൊത്തത്തിൽ 111 റൺസാണ് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ളൊരു മാച്ചിൽ എടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അതും സൂപ്പർ 8 മാച്ചിൽ അവർക്ക് എടുത്തിരിക്കുന്നത്. പകരം അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനിലേക്ക് നോക്കുക, 20 റൺസ് എടുക്കുന്നതിലൂടെ 3 വിക്കറ്റാണ് സൗത്ത് ആഫ്രിക്കയുടെ നഷ്ടമായത്. എന്നിട്ടും അവർ പിടിച്ച് കയറി, അവിടെ നിന്ന് കയറി. ആരുടെ ബാറ്റിംഗ് കരുത്തിൽ? ഡേവിഡ് മില്ലറിൻ്റെയും അതോടൊപ്പം തന്നെ ബ്രെവിസിൻ്റെയും. 45 റൺസ് ബ്രെവിസും എടുത്തു. അതോടൊപ്പം തന്നെ ഡേവിഡ് മില്ലർ 63 റൺസ്. എക്സ്പീരിയൻസ്ഡ് ആണ് ഡേവിഡ് മില്ലർ. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കളിക്കണമെന്ന് കൃത്യമായിട്ട് ഡേവിഡ് മില്ലറിന് അറിയാം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അനാവശ്യമായ ഒരു ഷോട്ടും ഇല്ലായിരുന്നു. കൃത്യമായി കിട്ടുന്ന നോ ബോൾസും അത് യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ മാന്യമല്ല വരുന്ന ബോളുകളെ കൃത്യമായി അടിച്ച് പറപ്പിക്കുക. അത്തരത്തിലുള്ള രീതിയിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെച്ചോർഡ് ബാറ്റിംഗ് ആയിരുന്നു ഡേവിഡ് മില്ലറിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബ്രെവിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം, 10 ഓവർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. 97 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പും ആ വിക്കറ്റിൽ അവർക്ക് സ്വന്തമാക്കി. ഈ പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് ഇല്ലാണ്ട് പോയത്. ഈ പാർട്ണർഷിപ്പിന്റെ പ്രശ്നമാണ് ഇന്ത്യയുടെ പൊരുത്തക്കേടുകൾ മാത്രം എടുത്ത് കാണിക്കുന്നത്. ഇവരുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ അവസാന ഓവറുകളിൽ ഇറങ്ങിയിരിക്കുന്നത്
സ്റ്റബ്സ് വരെ 44 റൺസ് എടുത്തു. വേറെ 24 ബോളിലാണ് സ്റ്റബ്സ് 44 റൺസ് എടുത്തിരിക്കുന്നത്, 3 സിക്സുകൾ ഉൾപ്പെടെ. ലാസ്റ്റ് ഓവർ 20 റൺസ് കൂടെ അടിച്ചു ചേർത്താണ് 187 റൺസ് എടുത്തത്. പക്ഷേ ആ പിച്ചിൽ ഇതൊരു നോർമൽ ടോട്ടൽ മാത്രമായിരുന്നു. പക്ഷേ ബൗളേഴ്സ്, സൗത്ത് ആഫ്രിക്കയുടെ ബൗളർ വാസ് സോ ബ്രില്യൻ ബൗളേഴ്സാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഇന്ത്യ കാഴ്ചവെക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല, ഇത് തോൽവിയിലേക്ക് തന്നെയാക്കി പോകുന്നത്. ഇൻ ടോട്ടൽ ഇന്ത്യ 111 റൺസിന്റെ ഏറ്റവും ചെറിയ ടോട്ടലിന് ഓൾ ഔട്ട് ആയിരിക്കുന്നു. 76 റൺസിന്റെ കൂറ്റൻ തോൽവി, സൗത്ത് ആഫ്രിക്കയ്ക്ക് കൂറ്റൻ ജയം. അവർക്കിനി ഇതിൽ പരം ഒരു ആത്മവിശ്വാസം എന്താണ്? സെമിയിലേക്കുള്ള അവരുടെ സീറ്റ് ഏകദേശം ഉറപ്പിച്ചു. ഇന്ത്യയെ കാത്തിരിക്കുന്നത് സിംബാബ്വെ ആണ്, അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസും. ഇവർക്കെതിരെ മികച്ച രീതിയിലുള്ള വിജയം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് സെമിയിൽ ഫൈനലിൽ എത്താൻ പോലും സാധിക്കുകയുള്ളൂ. എന്തായാലും അഭിഷേക് ശർമ്മയാണോ സഞ്ജു സാംസൺ ആണോ, അല്ലെങ്കിൽ തിലക് വർമ്മയെ മാറ്റിയെങ്കിലും സഞ്ജു സാംസനെ കൊണ്ടുവരേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ സെലക്ടർമാരുടെ ഡിസിഷനാണ്, അവരെന്തായാലും കൊണ്ടുവരും എന്നുള്ളതിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇതേ ടീം വെച്ച് തന്നെ ആയിരിക്കും മിക്കവാറും അടുത്ത കളിയും പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അടുത്ത കളി സിംബാബ്വെക്കെതിരെ വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. എന്തായാലും ജയിച്ചേ പറ്റൂ, അതും നല്ല രീതിയിൽ മാർജിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.